ശൃംഖലയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കുകച്ചവടക്കാരനായിരുന്ന സലീം ഡോളയെ ഇസ്താംബുളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തി. നിരോധിത മയക്കുമരുന്നുകൾ വൻതോതിൽ നിർമ്മിക്കുന്നതിലും അന്താരാഷ്ട്ര വിപണികളിൽ കച്ചവടം ചെയ്യുന്നതിലും സലീം ഡോളയുടെ പങ്ക് വലുതാണ്. ഇന്ത്യയിൽ ഡി കമ്പനി പ്രവർത്തിച്ചിരുന്ന ഘട്ടം മുതലുള്ള അധോലോക ചരിത്രത്തിൽ സലീം ഡോളയും ഒരു പ്രധാന കണ്ണിയാണ്. ഇസ്താംബൂളിലെ തുർക്കിയിൽ നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷനും പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായിയും നിരോധിത മയക്കുമരുന്ന് കച്ചവടക്കാരനുമായ സലീം ഡോളയെ പിടികൂടുന്നത്. പിന്നാലെ ഇയാളെ ഇന്ത്യയിലേക്ക് നാടുകടത്തി. നിലവിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ RK പുരത്തെ ഓഫീസിൽ കസ്റ്റഡിയിലാണ് സലീം ഡോള. ഇയാളെ എത്രയും വേഗം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഡോംഗ്രി സ്വദേശിയായ ഡോള ഒരു പതിറ്റാണ്ട് മുൻപ് ഇന്ത്യക്ക് പുറത്ത് താമസിച്ച് ലോകത്താകമാനം ലഹരി കച്ചവട ശൃംഖല ശക്തിപ്പെടുത്തിയിരുന്നു. അപകടകരമായ ലഹരി മരുന്ന് മെഫ്രഡോൺ പല രാജ്യങ്ങളിലേക്കും കടത്തിയിരുന്നതിൽ ഡോളയുടെ നേതൃത്വത്തിലുള്ള മയക്കുമരുന്ന് കച്ചവട സംഘം പ്രവർത്തിച്ചിരുന്നു. മനുഷ്യ ശരീരത്തിൽ വലിയ ഉത്തേജനമുണ്ടാക്കുന്ന മെഫ്രഡോൺ ഉപയോഗം അല്പമൊന്നു പാളിയാൽ മരണം വരെ സംഭവിക്കാവുന്ന അത്ര മാരകമാണ്. മുംബൈയിൽ ഫൈസൽ ജാവേദ് ഷെയ്ഖും ഭാര്യ അൽഫിയ ഫൈസൽ ഷെയ്ഖും നേതൃത്വം നൽകിയിരുന്ന വലിയ ലഹരി ശൃംഖലയിലേക്ക് മയക്കുമരുന്ന് പ്രധാനമായും എത്തിയിരുന്നത് ഡോളയുടെ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. മുംബൈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സ്വാങ്കി, സൂറത്ത്, UAE, തുർക്കി എന്നിവിടങ്ങളിലെല്ലാം ലഹരി ശൃംഖലയിൽ കണ്ണി ചേർക്കപ്പെട്ടിരുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടെ ഡോളയുടെ മകൻ താഹിറിനെയും അനന്തരവൻ മുസ്തഫ മുഹമ്മദ് കുബ്ബവാലയെയും അധികൃതർ UAE യിൽ നിന്ന് നേരത്തെ നാടുകടത്തി. ആരാണ് സലീം ഡോള? 1966 മുംബൈയിലെ ബൈക്കുള പ്രദേശത്തെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഡോള ചെറുപ്പത്തിൽ തന്നെ അധോലോക പ്രവർത്തനങ്ങളിൽ ഭ്രമം പൂണ്ട ഗുണ്ടാ സംഘങ്ങൾക്കൊപ്പം ചേർന്നു. അന്ന് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയിൽ അംഗമായിരുന്നു. ഛോട്ടാ ഷക്കീലയുമായി അടുത്ത ബന്ധത്തിലായിരുന്ന ഡോള. ആദ്യം മുംബൈയിലെയും ഡൽഹിയിലെയും ഗുഡ്ക കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരുന്ന ഡോള ക്രമേണ മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് കടക്കുകയും കഞ്ചാവ് കടത്താൻ തുടങ്ങുകയും ചെയ്തു. 2012 നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 80 കിലോഗ്രാം കഞ്ചാവുമായി ഡോളയെ അറസ്റ്റ് ചെയ്തു. പല ലഹരി കേസുകൾ ചുമത്തപ്പെട്ട് 5 വർഷത്തോളം ജയിൽവാസം പിന്നിടുന്ന ഘട്ടത്തിൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ച് കോടതി സലീം ഡോളയെ കുറ്റവിമുക്തനാക്കി. ജയിൽ മോചിതനായ ശേഷം ഡോള ഒളിവിൽ കഴിയുന്ന മയക്കുമരുന്ന് വിതരണക്കാരനായ കൈലാഷ് രജ്പുത്തിനെ കണ്ടുമുട്ടി. ദാവൂദ് ഇബ്രാഹിമിന്റെ അനിയൻ അനീസ് ഇബ്രാഹിമുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അന്താരാഷ്ട്ര സിന്തറ്റിക് ലഹരിക്കടത്തിന് നേതൃത്വം നൽകിയിരുന്നയാളാണ് കൈലാഷ് രജ്പുത്ത്. ഇതോടെ സലീം ഡോള കഞ്ചാവൊക്കെ വിട്ട് സിന്തറ്റിക് ലഹരി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. കൈലാഷിന്റെ സഹായത്തോടെ ബട്ടൺ എന്നറിയപ്പെടുന്ന പുതിയ സിന്തറ്റിക് ലഹരി നിർമ്മാണത്തിലേക്ക് സലീം ഡോള കടന്നു. ഫെന്റനൈൽ പോലെയുള്ള വേദന സംഹാരി ഉപയോഗിച്ചാണ് ബട്ടൺ നിർമ്മാണം സലീം ഡോള ആരംഭിച്ചത്. വലിയ ശസ്ത്രക്രിയകൾക്ക് ശേഷം വേദന സംഹാരിയായി നൽകുന്ന ഈ മരുന്ന് ലഹരിയായി ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവിക രീതികളെല്ലാം മാറുന്നു. അതുകൊണ്ടാണ് ഇതിന് സോംബി ഡ്രഗ് എന്ന വിളിപ്പേരുള്ളത്. മുംബൈ പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് സെൽ സാന്താക്രൂസിൽ വെച്ച് 100 കിലോഗ്രാം ഫെന്റനൈൽ പിടിച്ചെടുത്തതിന് പിന്നാലെ സലീം ഡോളയെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് പിടിക്കപ്പെട്ടത് ഫെന്റനൈൽ അല്ല എന്ന് ഫോറൻസിക് സാമ്പിളുകളുടെ റിപ്പോർട്ട് വന്നതോടെ സലീം ഡോള പുറത്തിറങ്ങി. എന്നാൽ അന്ന് പുറത്തിറങ്ങിയ ഡോള പിന്നെ ഇന്ത്യയിൽ നിന്നില്ല, UAE യിലേക്ക് പോയി. പിന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലെ മയക്കുമരുന്ന് വ്യാപാര ശൃംഖലകളുമായി കണ്ണിച്ചേർന്നു. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ഇയാൾ സമ്പാദിച്ചിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സ്വത്താണ്. ഇതെല്ലാം ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതെല്ലാം രീതിയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. മുംബൈ പോലീസ് സലീം ഡോളയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. എറണാകുളത്ത്